ഈ വിജയകുമാർ ചില സമയത്ത് പറയും, എന്താ അച്ഛാ നമ്മൾ കർത്താവിൻ്റെ കൂടെ നിന്നിട്ട് എന്താണ് ഓൾ ദ പ്രോബ്ലംസ് ആർ ഓൾവേസ് ഇൻ ക്യൂ എന്ന് വിജയകുമാർ എന്നോട് ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ എപ്പോഴും ഇങ്ങനെ ക്യൂവിൽ നിൽക്കണം ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം എന്നാ പറ്റി? ഇപ്പം ആ സ്ഥലം എടുത്തവൻ ഞാൻ എൻ്റെ സ്ഥലത്തിൻ്റെ അടുത്ത് അത് അവിടെ സ്ഥലം റെസിഡൻഷ്യൽ ഏരിയ അല്ല, അല്ല എൻ്റെ അടുത്ത് റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്, അതുകൊണ്ട് ഇത് സ്ഥലം കോറി സ്ഥലമാണ്, അതുകൊണ്ട് ഈ സ്ഥലം സ്വകാര്യ വ്യക്തിയിൽ എടുക്കരുത്, ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റിലുള്ള ഏരിയ ആണെന്നും പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ്, അപ്പോൾ എൻ്റെ കാശെല്ലാം പോയെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം ടൈമുണ്ട് ബാക്കിയെന്ന് ചോദിച്ചു. ആ കേസ് നിലവിൽ വരാൻ ഇത് നടപ്പിൽ വരാൻ എന്തുമാത്രം സമയമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമയം കുറച്ചുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പോൾ ഇനി ആരാധനയ്ക്ക് അല്ലേ സമയം കുറച്ച് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാനെന്താ തിരിച്ചു പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, സമയം ഉണ്ടാകണമല്ല പ്രശ്നം. സമയം ഉണ്ടെങ്കിൽ എന്താ ഗുണം? പ്രാർത്ഥിക്കാൻ പറ്റും, സുവിശേഷവിധമായി ജീവിക്കാൻ പറ്റും, സുവിശേഷ സാക്ഷ്യം ചെയ്തുകൊണ്ട് ദൈവത്തെ അതിൻ്റെ അകത്ത് കക്ഷി ചേർക്കാൻ പറ്റും. നമ്മുടെ പ്രോബ്ലത്തിൽ ദൈവത്തെ കക്ഷി ചേർക്കുക, അതിനാണ് നമുക്ക് സമയം ഉപയോഗിക്കേണ്ടത്. അതിന് ഏറ്റവും സുനിശ്ചിതമായ മാർഗ്ഗമാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ 60-65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി എടുക്കണ്ട എന്ന് ഞാൻ പറയേണ്ട കാര്യം. നിങ്ങൾ ആദ്യം ആരംഭശൂരത്തെപ്പോൾ എടുക്കും, പിന്നെ നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ഇതിൻ്റെ സയൻസ് നിങ്ങൾക്ക് അറിയത്തില്ല. ഇത് നിങ്ങൾ യുദാസുബ്നുവിൻ്റെ പെട്ടി കൊണ്ടുപോയി ഈ ആടനെ മേടിക്കണം, മരുമകളെ പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന പരിപാടി അല്ല ഇത്. ഇതെന്ന് പറഞ്ഞാൽ ദൈവഹിതപ്രകാരം ജീവിക്കണം. ആ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സങ്കീർത്തനം 143:10 വർക്കൗട്ട് ചെയ്യണം. അതൊന്നിന് വായിച്ച് അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എന്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. അപ്പം ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് സങ്കീർത്തനം കിട്ടിയിരിക്കുന്ന ഒരു ഐഡിയ, ദൈവത്തിൻ്റെ ആത്മാവ് നല്ല ആത്മാവെന്നാണ്. അപ്പം നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കെട്ട ആത്മാവാണ്. എന്താ കാര്യം? ഇതിലെല്ലാം നമ്മളുടെ സൂത്രപ്പണികളെല്ലാം അതിൻ്റെ തിരിപ്പുണ്ട്. ഉടമ്പടി വെക്കുമ്പോൾ പോലും അതിൻ്റെ അകത്ത് ഉടായ്പുണ്ട്. അതാണ് നല്ല ആത്മാവെന്ന് പറയണത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, റിഫൈൻഡ് ഉടമ്പടിയിൽ ഉപയോഗിക്കേണ്ട റിഫൈൻഡ് ലവ് ആണെന്ന്. എന്ന് വെച്ചാൽ റിഫൈൻഡ് ലവ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ച സ്നേഹം. ശുദ്ധീകരിച്ച സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അകത്ത് അൾട്ടിമേറ്റ് പ്രാധാന്യം ആർക്കാണ്? ഈശോയുടെ പ്രാർത്ഥനയിലുള്ള ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് ഗുണം എന്താണ്? എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പം ജീവിതത്തിൻ്റെ അകത്ത് നല്ല ഒരു വിഷയങ്ങൾക്കെല്ലാം ദൈവേഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇപ്പം ഇന്നലെ ഒരു പെങ്കൊച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് സംസാരിച്ചപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു, അമ്മയുടെയും മകളുടെയും മുഖഭാവങ്ങളെ എൻ്റെ ഉപദേശത്തിൻ്റെ സമയത്ത് മാറി മാറി ഞാൻ വാച്ച് ചെയ്തായിരുന്നു. അപ്പോൾ മകൾ എന്നോട് പറഞ്ഞ്, അപ്പോൾ അവൾ ഇവിടെ ന്യൂസിലൻഡിൽ അവരെ വർക്ക് ചെയ്യണം. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഈ ഇടയ്ക്ക് അവൾക്ക് റുമാറ്റിക് പെയിൻ വന്നു, വാതരോഗം. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഉടമ്പടി എടുത്തപ്പോൾ നിൻ്റെ വാദം ഒന്നും അമ്മയെടുത്ത് പറഞ്ഞില്ലേ? ഇല്ല അച്ഛാ, ഞാൻ നിത്യതയാണ് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ്. നിത്യത, അതായത് ഉടമ്പടി എടുത്തപ്പോൾ അവർ ന്യൂസിലൻഡിലെ ഒരു ചെറുപ്പക്കാരത്തിയായ നേഴ്സാണ്. പക്ഷേ ഉടമ്പടി എടുത്ത് വെച്ചിരിക്കുന്ന 6 കാര്യങ്ങൾക്കെല്ലാം തന്നെ എഴുതിയിരിക്കണത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, യൂത്തൊക്കെ എന്തുമാത്രം ഇപ്പോൾ അറിയുന്നു. അതാണ് വിഷയം കണ്ടില്ലേ? യൂത്തിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ? അറിയുന്നവൻ ശരിക്കും അങ്ങനെ ഇടിച്ചു പൊളിച്ചാൽ ദൈവത്തിന് അറിയണത്. എന്താണ് ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയം? എന്താണ്? നിത്യതയിലെ യേശുവായിട്ട് കണ്ടുമുട്ടുന്നതിനെക്കുറിച്ചാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്. കർത്താവേ, നീയും തമ്മിൽ സമയം കുറിക്കേണ്ട ഒരു സമയം വന്നു കഴിഞ്ഞാൽ, നിൻ്റെ കൂടെ ഈ ലോകം വിട്ട് കഴിഞ്ഞാൽ നിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയണമെന്ന് പറഞ്ഞ് ഉടമ്പടി വെച്ചിരിക്കുകയാണ്. ഉടമ്പടി വെച്ച് അവളുടെ ലൈഫിൽ കർത്താവ് അവളെ മൂവ് ചെയ്ത് അവൾ ഇവിടുന്ന് പോയി ലൂസൻ്റ് നേഴ്സായിട്ട് ഭംഗിയായിട്ട് ജീവിക്കുന്നത്, ഹസ്ബൻഡുമായിട്ട് ജീവിക്കണേ. പക്ഷേ അവൾ ഇടയ്ക്ക് 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ആർത്തൈറ്റിസ് വന്നു. ആർത്തൈറ്റിസ് വന്നപ്പോൾ ഞാൻ ഇവളുമായിട്ട് സംസാരിച്ചു. ആർത്തൈറ്റിസ് വരുമ്പോൾ ഇവൾക്ക് ആർത്തൈറ്റിസ് വന്ന് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇവളുടെ അമ്മ വരണത്. ഞാൻ പറഞ്ഞു, ആ സബ്ജക്റ്റ് ഇവിടെ എടുക്കത്തില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങളുടെയും പെങ്ങളുടെയും ചേട്ടത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനവരോട് പറഞ്ഞു, നമ്മളെ റിലേഷൻസൊക്കെ ഉണ്ട്, ചേട്ടത്തിൻ്റെ മക്കളല്ലേ, സ്വന്തം മക്കൾ. പക്ഷേ നിൻ്റെ ഈ വിഷയം ഞാൻ എടുക്കത്തില്ല. എന്താ, നിൻ്റെ ആർത്തൈറ്റിസ് ഞാൻ എടുക്കത്തില്ല.
ഫാമിലിയും ബന്ധമൊക്കെ നമുക്ക് ആ രീതിയിൽ സംസാരിച്ച് പിരിയാം. പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞ് എന്താ കാര്യം? നിൻ്റെ ഉടമ്പടി പുതുക്കിയിട്ടില്ല, അതാണ് സംഭവം. ഉടമ്പടി പുതുക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു, നീ ഉടമ്പടി പുതുക്കിയിട്ട് കറക്റ്റ് ചാനലിൽ അച്ഛൻ കൃപയും നിൽക്കുന്ന സമയത്ത് ആൾക്കാരേവാ. അതുവരെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ടില്ലാത്തത് കൊണ്ട് ബന്ധുവാണെന്ന് പറഞ്ഞാലും അനിയത്തിയുടെ ആൻറ്റിയുടെ സ്വന്തം ആൻറ്റിയുടെ എന്നെ പഠിപ്പിച്ച ആളെ കൂടിയാണ് ഈ ആൻറ്റി എന്ന് പറയുന്നത്. അമ്മയുടെ അനിയത്തി, അവർ ടീച്ചറായിരുന്നു. അപ്പോൾ എൻ്റെ ഫീസൊക്കെ അടച്ചിട്ടൊരു കാലത്തിരുന്ന് അവരാണ് അടച്ചുകൊണ്ടിരുന്നത്. എന്നാലും ദൈവികമായ വിഷയത്തെ വരുമ്പോൾ കോംപ്രമൈസ്, ഒത്തുതീർപ്പില്ല. എന്നാൽ നമ്മൾ ഒത്തുതീർത്തിട്ട് കാര്യമില്ല. കാര്യം എന്താ? അവിടെ ദൈവമാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലാതെ മനുഷ്യരക്തമല്ല അവിടെ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ദൈവത്തെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് കർത്താവിൻ്റെ പ്രവർത്തിക്കാൻ പറ്റിയൊരു ഉപകരണമായിട്ട് മാറണം. കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റിയ ഉപകരണമായിട്ട് മാറണം. അപ്പം ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞിനിങ്ങനെ അവൾ ഇങ്ങനെ നിത്യത വെച്ച കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ അവളോട് സംസാരിച്ചു. നീ ആർത്തൈസ് ഉള്ളിടത്തോളം കാലം ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെന്ന് നീ കരുതണം. ആർത്തൈസ് നിൻ്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെന്ന് നീ കരുതണം. പിന്നെ പരിശുദ്ധാത്മാവ് എന്നെ വല്ലാതെ അങ്ങോട്ട് തൊട്ടിട്ട് പറഞ്ഞു, എനിക്കും ആർത്തൈസ് ഉണ്ടായിരുന്നു അവളോട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് അവനും 3 മണിക്കൂർ ആർത്തൈസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. എന്താണ്? അവൻ്റെ വെള്ളം, അവൻ്റെ രക്തമെല്ലാം വാർന്നു പോയി കുരിശിൽ കിടന്നില്ലേ? 3 മണിക്കൂർ നേരം അവന് സ്റ്റിഫ്. ഈ ലേഡിക്ക് സ്റ്റിഫാണ്, അവൾക്ക് സ്റ്റിഫുണ്ട്. ചില സമയത്ത് 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഇങ്ങനെ സ്റ്റിഫായി പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ്, നമ്മുടെ കർത്താവിൻ്റെ ശരീരവും ഒരു ടൈമത്ത് സ്റ്റിഫായിപ്പോയി. അവൻ്റെ ബോഡിയിൽ അവൻ തലേ ദിവസം അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. പത്രോസ് അവനോട് പറയുന്നുണ്ട്, കർത്താവ് അന്ത്യത്താഴം കഴിക്കുന്ന സമയത്ത് എല്ലാവരും കഴിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ നീ കഴിക്കണില്ലേ എന്ന് പത്രോസ് പല പ്രാവശ്യം കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞങ്ങനെ ഇരുന്നിട്ട് പറയും, കഴിക്കും, നാളെ ഈ സമയത്ത് കഴിക്കുമെന്ന് പറയും. നാളെ ഈ സമയത്ത് വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് കഴിക്കുമെന്ന്. എവിടെ കഴിക്കുമെന്ന് പറയണത്? എൻ്റെ പിതാവിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് ഞാൻ സ്വർഗീയ ജെറുസലേമിലെ കർത്താവ് പിതാവിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് കഴിക്കുമെന്ന്. എന്താ കാര്യം? എൻ്റെ ഇഷ്ടം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇഷ്ടം. ആരെങ്കിലും ഇവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? കൊടുത്ത് കാണുമോ നീ? പത്രോസ് തന്നെ ഒരിക്കൽ ചോദിക്കും. അപ്പം പറയും, കർത്താവ് പറയും, എൻ്റെ അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരമെന്ന് പറയും. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന.